ഹലോ. സത്യൻ സിനിമകൾ കാണാനുള്ള യാത്രയിൽ ഞാൻ കണ്ട മറ്റൊരു സത്യൻ സിനിമയാണ് വാഴ്വേമായം. ഇന്ന് ഞാൻ ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സത്യൻ്റെ മറ്റു ചില സിനിമകളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. ദാമ്പത്യ ജീവിതത്തിലെ സംശയങ്ങളെയും തെറ്റിദ്ധാരണകളെയും ആധാരമാക്കിയുള്ള സിനിമയാണ് വാഴ്വേമായം. ജീവിതം തന്നെ ഒരു മായ എന്നല്ലേ ആ വാക്കിനർത്ഥം. മഞ്ഞിലാസിന്റെ ബാനറിൽ എം.ഒ. ജോസഫ് നിർമ്മിച്ച് കെ.എസ്. സേതുമാധവൻ സംവിധാനം ചെയ്ത് 1970 പുറത്തിറങ്ങിയ സിനിമയാണ് വാഴ്വേമായം. സത്യൻ, ഷീല, കെ.പി. ഉമ്മർ, ബഹദൂർ, കെ.പി.എസ്. ലളിത, ശങ്കരാടി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ശങ്കരാടി തികച്ചും വ്യത്യസ്തമായ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന അവാർഡും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് മതിവിധു ആഘോഷിക്കുന്ന സുധിയും സരളയും അവരുടെ പരസ്പരമുള്ള കരുതലും പ്രണയവുമെല്ലാം മനോഹരമായി തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. രസകരമായി മുന്നോട്ട് നീങ്ങുന്ന ദിവസങ്ങൾ. പക്ഷെ തന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ തൊട്ട അയൽപക്കത്ത് ഉണ്ടാവുന്നത് ഭാര്യയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ, ചില സംഭവങ്ങൾ സുധിയുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അയാളുടെ ചില പ്രവൃത്തികൾ സരളയെ ചൊടിപ്പിക്കുന്നു. ഇത് അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുന്നു. സത്യനെ സംബന്ധിച്ച് ഇതിലെ സുധി അത്ര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമൊന്നുമല്ല. എന്നാലും സുധിയുടെ വിങ്ങലുകളും വിഷമങ്ങളും സത്യൻ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. സരളയായി ഷീലയും ഒപ്പത്തിനൊപ്പം നിന്നു. ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ലൈമാക്സ് അല്പം സിനിമാറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഇന്നും ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സിനിമ സംസാരിക്കുന്നത്. ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമ പഠിപ്പിക്കുന്നത്. എന്ത് കാര്യമായാലും നമ്മൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക. ഈഗോയുടെ പേരിലും പരസ്പരമുള്ള വാശിയുടെ പേരിലും നമ്മൾ പൊരുതുമ്പോൾ തകരുന്നത് രണ്ടുപേരുടെ ജീവിതമാണ്. പ്രശ്നങ്ങൾ അപ്പോൾ പറഞ്ഞു തീർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിന് അവസരം കിട്ടിയില്ലെന്ന് വരും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്താണ്, നമ്മുടെ പ്രശ്നം എന്താണ്, അത് നമുക്കേ അറിയും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. അത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ സാവകാശം എടുത്ത് നമുക്കിടയിൽ തന്നെ പറഞ്ഞു തീർക്കുക. സുധിയുടെയും സരളയുടെയും അയൽക്കാരായി കെ.പി. ഉമ്മർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കുടുംബവും ബഹദൂറും കെ.പി.എസ്. ലളിതയും അവതരിപ്പിക്കുന്ന കുടുംബവുമുണ്ട്. പരസ്പരം വലിയ ഇഷ്ടമാണെങ്കിലും മദ്യപിച്ച് വന്ന് എന്നും വഴക്കടിക്കുന്ന കുടുംബമാണ് ബഹദൂറിന്റെ കുട്ടപ്പനും ഭാര്യയും. തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബക്കാഴ്ചയാണ് കെ.പി. ഉമ്മറും ഖദീജയും അവതരിപ്പിക്കുന്ന കുടുംബത്തിൽ കാണുന്നത്. ഏതൊക്കെ തരത്തിലാണല്ലോ ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത്. കെ.പി. ഉമ്മറും ബഹദൂറും കെ.പി.എസ്. ലളിതയും ഒക്കെ തങ്ങളുടെ റോളുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. മനോഹരമായ പാട്ടുകളും സിനിമയുടെ പ്രത്യേകതയാണ്. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.